ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ കേരളത്തിൽ തന്നെയുള്ള സ്റ്റോർ വരും. ഇപ്പോൾ ലാബില്ലാ രാജൻ ഒരിക്കൽ പുള്ളിയുടെ ഫിനാൻസ് കമ്പനി പൊട്ടിയതെങ്ങനെയാണ്? ഇവിടെ വേറെ ആരോ പ്ലൈവുഡ് കമ്പനിക്കാരൻ അവർ ബിസിനസ് കാശ് പറ്റിച്ചുകൊണ്ട് പോയി. കുറേ ഒരു ദിവസം രാവിലെ പുള്ളിയുടെ ഓഫീസിലേക്ക് കയറി ചെന്ന് എല്ലാവരും പൈസ തന്നേക്കാൻ പറഞ്ഞു. എല്ലാവരും പൈസ തന്നേക്കാൻ, ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പൈസ തന്നേക്കാൻ പറഞ്ഞ് SBIയുടെ അടുത്തേക്ക് ഒരു ദിവസം എല്ലാവരോടും കയറി ചെന്ന് അവർക്ക് പോലും കൊടുക്കാൻ പറ്റിയായിരുന്നു. അവിചുമാൻ അവിടെ പെട്ടി വെച്ചിട്ട് ഈ പലിശ കൊടുത്തോണ്ടിരിക്കുമോ? അവരടുത്ത് വേറെ റീഇൻവെസ്റ്റ് ചെയ്ത് വേറെ ലോൺ കൊടുത്തിരിക്കില്ല. ഒരു ദിവസം എല്ലാവരോടും എനിക്കോട്ട് തന്നേക്കാൻ പറഞ്ഞ ബാങ്കിലേക്ക് കയറി ചെന്നാൽ ആർക്കാണ് കൊടുക്കാൻ പറ്റുന്നത്? അത് തട്ടിപ്പാണ്. അല്ല, പുള്ളി പറഞ്ഞ് എല്ലാവരും സമാധാനമായിട്ടിരുന്നാൽ എല്ലാവർക്കും പൈസ തരാമെന്ന്. ആൾക്കാർ അന്നേരം എൻ്റെ മാത്രം ഇങ്ങനെ എടുത്താൽ എന്തെങ്കിലും തന്നേക്കാനല്ലേ പറയുന്നത്? ഇരട്ടി 4 ഇരട്ടി പലിശയ്ക്ക് വേണ്ടി അവിടെ കൊണ്ടിട്ടതിന് ശേഷം എന്തെങ്കിലും തന്നേരും പെട്ടെന്ന് എന്നാണ് ആൾക്കാർ പറയുന്നത്. ആൾക്കാരോട് ബഹളം വെച്ചു കോടതിയിൽ പോയി. പുള്ളി പറഞ്ഞു എനിക്ക് നല്ലത് നിങ്ങൾ കോടതിയിൽ പോകുന്ന. കോടതി പോയാൽ പുള്ളി ബാങ്ക്രപ്റ്റ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്കാർക്കൊന്നും കൊടുക്കണ്ടായിരുന്നു. പുള്ളി നാട്ടുകാരെല്ലാവരും കൂടി പരാതി കൊടുത്ത് പുള്ളി കോടതിയിൽ പോയി നേരെ ജയിലിൽ പിടിച്ചിട്ട് ആ ബാങ്ക്രപ്റ്റായി തിരിച്ചിറങ്ങി വന്നു. പുള്ളി ഇവരൊന്നും ചുമ്മാ ഇരിക്കില്ല, നേരെ തിരിച്ചു വന്നപ്പോൾ സാജ് കേറ്ററേഴ്സ്, ഇവിടുത്തെ മിക്കവാറും എല്ലാ ഫ്ലൈറ്റ് കമ്പനികൾക്കും ഫുഡ് കൊടുക്കുന്ന സാജ് കേറ്ററേഴ്സാണ്. വീണ്ടും പഴയതിനേക്കാളും എത്രയോ സ്ട്രോങ് ആയി. മൈൻഡ് സെറ്റാണ്, വയസ്സൊന്നുമല്ല, മൈൻഡ് സെറ്റ്. നിങ്ങൾ ഇപ്പം നമ്മുടെ അറ്റ്ലസ് ജ്വല്ലറി 84ാമത്തെ വയസ്സ് ജയിലിൽ നിന്ന് പോയിട്ട് അകത്ത് ഇറങ്ങി എന്നിട്ട് പറഞ്ഞാൽ നമ്മൾ വീണ്ടും റീബിൽഡ് ചെയ്യുന്ന 84 വയസ്സായിട്ട് പോലും അറിയുന്ന ഒരു കോൺഫിഡൻസ് കുറവില്ല, ഞാൻ വീണ്ടും റീബിൽഡ് ചെയ്യുന്ന പറഞ്ഞു. ആയുസ് ദൈവം കൊടുത്തില്ലാത്തതുകൊണ്ട് പുള്ളിക്ക് സാധിച്ചില്ല. അന്നേരം പുള്ളി ആരും സംശയിച്ചില്ല, പുള്ളിയെ ട്രസ്റ്റ് ചെയ്യുക. ഈ നമ്മൾ ജീവിത യാത്രക്കിടയിൽ നമ്മളെ ആൾക്കാർ ഏറ്റവും നഷ്ടപ്പെട്ട, ഞാൻ എപ്പോഴും പറയും, ലോസ് എന്ന് പറയുന്നത് എന്താണ്? ശരിക്കുള്ള ലോസ്. ആൾക്കാർ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന പൈസയാണ്. പൈസ പേടിച്ചിട്ട് ഒരിക്കലും പൈസ ഉണ്ടാകത്തില്ല. എന്തിനാ നിങ്ങൾ പേടിക്കുന്നോ അത് നിങ്ങളുടെ അടുത്തേക്ക് വരികയല്ല. പൈസ ഭയപ്പെട്ടിട്ട് ഒരിക്കലും വെൽത്ത് ചെയ്യാൻ സാധിക്കില്ല. ജീവിച്ചു പോകാൻ മാത്രമേ പറ്റൂ.